ഹലോ, ഇന്ന് നമുക്ക് പഴവും തേങ്ങയും കൊണ്ട് നല്ല ആവിയിൽ വേവിച്ചിട്ടുള്ള അടിപൊളി ഒരു 4 മണി പലഹാരം കണ്ടാലോ. ഇതില്ലേ നമ്മളെ കിണ്ണത്തപ്പം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 നേന്ത്രപ്പഴം, നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, തൊലിയൊക്കെ നന്നായി കറുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ സാധാരണ പഴുത്ത നേന്ത്രപ്പഴം ഏതായാലും എടുക്കുക, ഒരു കുഴപ്പമില്ല. 2 നേന്ത്രപ്പഴം എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പഴുപ്പുണ്ട് കേട്ടോ. 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ 2 ഏലക്ക ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അതിൻ്റെ സീഡ് മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ പഴം നെയ്യിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് മാറ്റാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പ് ശർക്കര പാനിയാണ്. ഞാൻ 200 ഗ്രാം വെള്ളം 1 കപ്പ് വെള്ളവും കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊന്ന് അരിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി 1 കപ്പ് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പം തന്നെ നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും, കട്ടകളൊന്നും ഇല്ലാണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നല്ലൊരു ഹെൽത്തി സ്നാക്സാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നട്ട്സ് കാര്യങ്ങളൊന്നും ചേർക്കുന്നൊന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നമ്മളൊന്ന് ആവിച്ചെമ്പിൽ ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, എന്താ പറയുക, നമ്മൾ കിണ്ണത്തപ്പം കഴിക്കുന്നതിനെക്കാട്ടും ഒരു പിടി ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്കാണിത്. പഴം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എനിക്ക് വെറുതെ പഴം കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പഴത്തിനെ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇത് അലൂമിനിയത്തിൻ്റെ പാത്രത്തിൽ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പാത്രമായാലും എടുക്കാം കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവുക, ലൂസായിട്ടൊന്നുമല്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്ന് വരുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതുപോലെ വീട്ടിൽ നമ്മൾ തൊലി കറുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം അടിപൊളിയായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരങ്ങനെ അവർക്കെല്ലാം ഇങ്ങനെ എണ്ണക്കടികളോ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടില്ല, ഇതുപോലത്തെ ഹെൽത്തി സ്നാക്കായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അവർക്കും നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണിത്. ഇനി അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വാഴയിലേക്ക് പകരം നമുക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വാഴയിലുള്ളതുകൊണ്ട് മാത്രമാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ആവിച്ചെമ്പിൽ നേരെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ മൂടി വന്നിട്ടുണ്ട്. ഇത് വന്തിനോ നോക്കാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായിന്. അപ്പോൾ ആവി കയറ്റിയോണ്ട് തന്നെ മേൽഭാഗം കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാകും, പക്ഷെ അത് ആറിക്കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയായി കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ വാഴയിലേക്ക് ഒന്ന് റിമൂവ് ചെയ്യട്ടോ. അങ്ങനെ നമ്മുടെ പഴവും തേങ്ങയും ഗോതമ്പൊടിയും കൂടെ അടിപൊളി ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പലഹാരമാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.